ലോഗിൻ കമ്പ്യൂട്ടർ സെൻ്ററിൻ്റെ ഓൺലൈൻ കോഴ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് പവർ ബി ഐ എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. നമ്മളിനി വരുന്ന കുറച്ച് സീരീസുകളിൽ മൈക്രോസോഫ്റ്റ് പവർ ബി ഐയുടെ ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. കുഞ്ഞു പോർഷനായിട്ടാണ് നമ്മൾ ഈ കോഴ്സിൻ്റെ ഓരോ വീഡിയോയും ചെയ്യുന്നുള്ളത്. ഒരു ചെറിയൊരു പോർഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ഈ കോഴ്സിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് വരും ദിനങ്ങളിൽ ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. തികച്ചും ഫ്രീ ആണിത്. ഇത് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഘട്ടമായിട്ട് ഓരോ ഈ കോഴ്സിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട്. അപ്പോൾ പവർ ബി ഐ എന്ന് പറയുന്നത് ബി ഐ മീൻസ് ഇൻ്റലിജൻസ് എന്നാണ്. ബിസിനസ് ഇൻ്റലിജൻസ്. ബി ഐ മീൻസ് ബിസിനസ് ഇൻ്റലിജൻസ്. ഇപ്പോൾ പവർ ബി ഐ എന്ന് പറയുന്ന ഒരു ഡാറ്റ അനാലൈസിസ് ആൻഡ് വിഷ്വലൈസേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഡാറ്റ അനാലൈസ് ചെയ്യാനും വിഷ്വൽ ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ബിസിനസ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഡാറ്റയും കളക്ട് ചെയ്ത് ആവശ്യമുള്ളവ ക്ലീൻ ചെയ്ത് അനാലിസിസ് നടത്തി സാധാരണ ആളുകൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടായും ചാർട്ടായും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏതൊരു ടെക്നോളജി നമുക്ക് എന്ത് പറയാം, ബിസിനസ് ഇൻ്റലിജൻസ് എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ബിസിനസ് ഇൻ്റലിജൻസ് ടൂളാണ് നമ്മൾ ഈ പറയുന്ന പവർ ബി ഐ എന്ന് പറയുന്നത്. നമ്മൾ എക്സൽ, മൈക്രോസോഫ്റ്റ് എക്സൽ എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കാം. അപ്പോൾ എക്സലിൽ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഡാറ്റനെ അനലൈസ് ചെയ്യാനും വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് പവർ ബി ഐ എന്ന് പറയുന്നത്. ബിസിനസ്സിൽ ഡാറ്റയ്ക്കും ഡാറ്റ അനാലിസിസിനും ഉള്ള പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഏതൊരു ബിസിനസ്സിൻ്റെയും പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുന്നതിനും പെർഫോമൻസ് മെഷർ ചെയ്യുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഡാറ്റ അനാലിസിസ് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. അപ്പോൾ ഏതൊരു ബിസിനസ്സിനും നമുക്ക് എന്താ ആവശ്യമാണ്, ഡാറ്റ അനാലിസിസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് പവർ ബി എന്നുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്.